നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്ന് ജനങ്ങൾക്കും ഒരു ഉറപ്പുള്ളത്. യാതൊരു തരത്തിലും അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ കൃത്യമായി ഓരോ ഇടവേളകളിലും ഇതുവരെ എന്തൊക്കെയാണ് അന്വേഷണത്തിൻ്റെ പുരോഗമനം എന്നുള്ളത് കോടതിയെ നേരിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിക്കണമെന്നുള്ളതും ഇതിൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ഇത്തരത്തിലുള്ള ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കോടതിയായിരിക്കും അടുത്തത് ഏതൊക്കെ തരത്തിലേക്ക് അന്വേഷണം നടക്കണം അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കോടതിയും ചില വിമർശനങ്ങളും ചില കാര്യങ്ങളും ഉന്നയിക്കും. ഇന്നും അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് കോടതി സ്വർണ്ണക്കൊള്ളയിൽ നടത്തിയിരിക്കുന്നത്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു സംഘം തന്നെ, ഒന്നോ രണ്ടോ ആളുകളല്ല, വലിയൊരു സംഘം തന്നെ ഇത്തരത്തിൽ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉന്നത പദവികൾ വഹിച്ചുകൊണ്ട് ഇപ്പോഴും നല്ല നിലയിൽ ജീവിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. എത്രത്തോളം കള്ളങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അതെല്ലാം ഒരു കാലത്ത്, അതിപ്പോൾ എത്ര കാലം എടുത്താലും ഒരു സമയത്ത് അത് പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള. 2019 നടന്നിട്ടുള്ള ഈ കൊള്ളയുടെ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് ഇപ്പോഴാണ്. എന്നിരുന്നാലും ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട്? അന്ന് കാലത്ത് ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ട് വലിയ രീതിയിൽ സുഖിച്ച് ജീവിച്ച അല്ലെങ്കിൽ ഈ കൊള്ളയ്ക്ക് നേരെയൊക്കെ കണ്ണടച്ചിട്ടുള്ള പലരും ഇന്ന് അഴിക്കുള്ളിലാണ്. പലരുടെയും മുറ്റത്ത് ഏത് നിമിഷവും SIT സംഘം എത്തും എന്നുള്ള നിലയിലാണ് ഇന്ന് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ശബരിമലയിൽ നടന്നത് വലിയ ക്രമക്കേടാണെന്നും ദൈവത്തെ പോലും വെറുതെ വിടില്ല എന്ന് സുപ്രീം കോടതിയുടെ പരാമർശമടക്കം ഇന്ന് വന്നിട്ടുണ്ട്. ഈ പരാമർശം ഞെട്ടലാക്കുന്നത് സംശയനിഴലിലുള്ള VIP-കളെ തന്നെയാണ്. അതായത് ദൈവത്തെ പോലും വെറുതെ വിടില്ല എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊള്ളയൊക്കെ സിനിമകളിൽ പല രംഗങ്ങളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ശബരിമലയിൽ ഇത് തന്നെ നടന്നത് എന്നുള്ളത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഭക്തജനങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ഇത് ഓരോ മലയാളികളെ സംബന്ധിച്ചും വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ തനിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ പരാമർശം ഉണ്ടായത്. ഹൈക്കോടതി ഉത്തരവിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നായിരുന്നു ശങ്കരദാസ് ഉന്നയിച്ച ആവശ്യം. സുപ്രീം കോടതിയെ സമീപിച്ച ശങ്കരദാസിന്റെ നീക്കം എല്ലാ അർത്ഥത്തിലും തിരിച്ചടിച്ചു. കേസിൽ പ്രതികളായവർക്കും ജയിലിൽ കിടക്കുന്നവർക്കുമെല്ലാം ഇത് തിരിച്ചടിയാണ്. നിലവിൽ ശങ്കരദാസ് അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് സൂചനകൾ. കഴിഞ്ഞ ആഴ്ച പക്ഷാഘാതമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് നടപടിക്രമങ്ങളിൽ മാത്രം ഒതുങ്ങും. കൊച്ചി കമ്മീഷണർ ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കരദാസ്. പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങളോട് അനുഭാവമുള്ളത്, മെറിറ്റും പരിഗണിക്കും. അതിന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാമെന്ന വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി ബെഞ്ച് ഹർജി തള്ളിയത്. സ്വർണ്ണക്കൊള്ള നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും ശങ്കരദാസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തതുമാണ് ഹൈക്കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നത്. അതിന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിന് കൂടുതൽ സമയം ഹൈക്കോടതി അനുവദിച്ചു. 6 ആഴ്ച കൂടിയാണ് സമയം അനുവദിച്ചത്. വിഷയം ഈ മാസം 19 വീണ്ടും പരിഗണിക്കും. അന്ന് SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി അറിയിച്ചു. ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ടീമിൽ ഉൾപ്പെടുത്താനും SP-ക്ക് അനുവാദം നൽകി. ഡിസംബർ 3 കേസ് പരിഗണിച്ച കോടതി CPI നേതാവ് പത്മകുമാറിന്റെ അറസ്റ്റ് ശേഷമുള്ള മെല്ലെ പോക്കിനെയും വിമർശിച്ചിരുന്നു. വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം ഉയർത്തിയിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികൾ ഇന്നത്തെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചെന്നൈ വ്യാപാരി D മണിയെ ചോദ്യം ചെയ്ത് ലഭിച്ച വിവരങ്ങളും കോടതിക്ക് കൈമാറി. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N പ്രശാന്തിനെയും ചോദ്യം ചെയ്ത് വിവരങ്ങളും കോടതിക്ക് കൈമാറി. ഇവരെ അടക്കം വെട്ടിലാക്കുന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ. ഇതിനൊപ്പമാണ് ശബരിമലയിൽ നടന്നത് വൻ ക്രമക്കേടാണെന്നും നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നും കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് അതിരൂക്ഷമായി പ്രതികരിച്ചത്.
സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കരദാസിനെ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപാളികൾ കൈമാറാനുള്ള തീരുമാനമെടുത്ത ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ ശങ്കരദാസ് ഒപ്പിട്ടിരുന്നു എന്നതും കോടതി ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടി. മുൻപ് കേസ് പരിഗണിച്ചപ്പോൾ CPM നേതാവ് A. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അന്വേഷണം മന്ദഗതിയിലായതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അന്വേഷണം വൻ തോക്കുകളിലേക്ക് നീളാത്തതെന്ന് കോടതി ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. 19-നാണ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകേണ്ടത്. അതിനു മുൻപ് എന്തും സംഭവിക്കാം എന്നതാണ് അവസ്ഥ. സുപ്രീം കോടതി വിധിയോടെ സർക്കാരിനും കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥ വന്നു. അതേസമയം ശബരിമല സ്വർണ്ണമോഷണ കേസിലെ അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കൂടുതൽ സമയം അനുവദിച്ചു. അന്വേഷണത്തിന്റെ ഇടക്കാല പുരോഗതി SIT അറിയിച്ചതിനെ തുടർന്ന് കോടതി സമയപരിധി 6 ആഴ്ച കൂടി നീട്ടി. ജനുവരി 19-ന് SIT ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമലയിൽ തീർത്ഥാടകരുടെ വരവിൽ നേരിയ കുറവുള്ളതിനാൽ മരക്കൂട്ടം തുടങ്ങിയുള്ള നിയന്ത്രണം ഒഴിവാക്കി നടപ്പന്തൽ വരെ സ്വാമിമാർക്ക് തടസ്സങ്ങളില്ലാതെ എത്തി ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. പമ്പ വഴി അപ്പാച്ചിമേട് കയറി തളരുന്ന സ്വാമിമാർക്കും മരക്കൂട്ടം തുടങ്ങിയുള്ള കാത്തുനിൽപ്പിന് താൽക്കാലിക ആശ്വാസമുണ്ട്. നടപ്പന്തൽ വരെ കാര്യമായ നിയന്ത്രണമില്ലാതെ നീങ്ങി സ്വാമിമാർക്ക് 18-ാം പടി ചവിട്ടാം. 8 മണിക്കൂറിലേറെ ദർശനത്തിന് കാത്തു നിൽക്കുന്ന സ്ഥിതിക്ക് മാറ്റമുണ്ട്. കഴിഞ്ഞ ദിവസം 80,000-ഓടടുത്ത് സ്വാമിമാരാണ് ശബരിമല ദർശനം നടത്തിയത്. പുല്ലുമേട് വഴി 6,500-ലേറെ സ്വാമിമാരെത്തി. മകരവിളക്കിന് 10 ദിവസം മാത്രം ശേഷിക്കെ വരും ദിവസങ്ങളിലും സന്നിധാനത്തേക്ക് തീർത്ഥാടക പ്രവാഹം പ്രതീക്ഷിക്കുന്നുണ്ട്. മകരവിളക്കിന് മുന്നോടിയായി സന്നിധാനത്തെ പോലീസിന്റെ സുരക്ഷാ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ പല രീതിയിലുള്ള വിവാദങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മണ്ഡലമാസം കൂടിയാണിത്. മണ്ഡലമാസം നടക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ SIT സംഘം അന്വേഷണം നടത്തിയതും ശബരിമലയിൽ നേരിട്ടെത്തി ചില തെളിവുകൾ ശേഖരിച്ചു പോവുകയും ചെയ്തത്. എന്നിരുന്നാലും ഇത്തവണത്തെ ശബരിമല മണ്ഡല സീസൺ എല്ലാവർക്കും ഏറ്റവും സുഗമമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കാരണം അവിടെ കൂടി ഏതെങ്കിലും തരത്തിൽ പാളിച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇനി തിരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ഒരു വേളയിൽ ശബരിമല സീസൺ ഏറ്റവും മനോഹരമാക്കുക, അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ അയ്യപ്പനെ തൊഴുത് ഇറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ KSRTC സർവീസുകൾ ശബരിമലയിലേക്ക് വീണ്ടും തുടങ്ങും. ഇനിയും വേണമെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കും. യാതൊരു തരത്തിലും ഒരു ഭക്തർ പോലും അയ്യപ്പസ്വാമിയെ കാണാതെ വളരെ നിരാശരായി മടങ്ങേണ്ട അവസ്ഥ ഉണ്ടാകരുത്. കുട്ടികളും മുതിർന്നവരും ആയിട്ട് എത്തുന്നവർക്കൊക്കെ തന്നെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടും അവിടെ ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യമാണ് ഇത്തവണ സർക്കാർ ഒരുക്കുന്നത്. വളരെ പരാതികൾ കുറഞ്ഞ ഒരു മണ്ഡല സീസണാണ് എന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. ഇനി മകരവിളക്ക് വരുന്നുണ്ട്. ആ ദിവസങ്ങൾ കൂടി ഏറ്റവും നല്ല മനോഹരമാവട്ടെ. എല്ലാ ഭക്തർക്കും വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് തൊഴുതിറങ്ങാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.